ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ വ്ളോഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ഇന്ന് പോണത് വാരണാസിയിലേക്കാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ടെൻ്റ് അടിച്ച് ഇവിടെ കേട്ടോ, ഈ ഒരു കടയുണ്ട്, ഇതൊരു ഷീറ്റിൻ്റെ കടയുണ്ടാ. അപ്പോൾ അവിടെ ഇന്നലെ അവർ ടെൻ്റൊക്കെ അടിക്കാൻ സ്ഥലം വന്ന് ഭക്ഷണമൊക്കെ തന്ന് ഞാൻ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ചാർജ് കുറവായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ചാർജ് കാര്യങ്ങളൊന്നും നിൽക്കാനുള്ള ഫോണിലും ഇതിലൊന്നും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ പവർ ബാങ്കിൽ ചാർജ് ഉണ്ടാകുന്നത്, അപ്പോൾ ഞാൻ കുത്തിയിടാൻ വേണ്ടി കൊടുത്തേക്കായിരുന്നു അകത്ത്. അപ്പോൾ അവർ ഉറങ്ങണേണ്, അവർ കുറച്ച് കഴിയുമ്പോൾ ഇടിക്കും. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ കട ഉറക്കുന്നതാട്ടോ പറഞ്ഞാൽ. അപ്പോൾ അവരെന്തായാലും വീഡിയോയിൽ കാണിക്കാം. നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച് ഇവിടെയാണ്. ഇനിയിപ്പോൾ എന്തായാലും ടെൻ്റൊക്കെ ഒന്ന് മടക്കി സൈക്കിളിൽ സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം. അവർ വന്നിട്ട് അവരിവിടെ കാണിച്ചിട്ട് ഇറങ്ങാം കേട്ടോ. എന്തായാലും പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളുണ്ട് ഇവിടെയൊക്കെ. ഒരു ഹൈവേ ആണ്. രാത്രിയൊക്കെ അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ, വണ്ടിയൊക്കെ ഒരുപാട് പോകണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടെൻ്റ് വാങ്ങിക്കി നോക്കാം കേട്ടോ. നമ്മൾ ഇന്നലെ കിടന്ന സ്ഥലം എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അത് ഇവിടെയാണ് ഇന്നലെ കിടന്നത്. ഇവിടെ സ്ലീപ്പിംഗ് ബാഗ് വെച്ച് ഈ ഒരു ഡെസ്കിലാണ് കിടന്നത്. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ പാർക്ക് ചെയ്ത് ഇവിടെയാണ്. ഇവിടെ ഒരു ഹോട്ടലാണ്, ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ടെൻ്റ് അടിച്ചോട്ടെയെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞാൽ ടെൻ്റ് അടിക്കേണ്ട, അകത്ത് ഡെസ്കിട്ട് വിരിച്ച് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തേട്ടാ. ഇപ്പോൾ നല്ല കോടയുണ്ട്, റോഡൊക്കെ കണ്ടില്ലേ, ഫുള്ള് കോടയുണ്ട് എവിടെ നോക്കിയാലും. നല്ല തണുപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാത്രിയിലൊക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇതിലൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര ഇതാണ്. ഏകദേശം ഇപ്പോൾ ഒരു 8 മണിയായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ തിരക്ക് കാര്യങ്ങൾ വലുതായിട്ടില്ല. പല പല കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഇവിടെ കൂടുതലും ചായക്കടകളാണ് കൂടുതലുള്ള. അത് മിക്ക നമ്മുടെ ഈ നോർത്ത് സൈഡ് ആണെങ്കിലും കേരളം കഴിഞ്ഞ് തന്നെ കൂടുതൽ പോകണം ചെറിയ ചെറിയ കുഞ്ഞു പെട്ടി കടകളുണ്ട് കേട്ടോ. അത് എല്ലാ ചായക്കടകളാണ്, മുട്ടിന് കടകളുണ്ടാവും ചായക്കട. അതൊരു വലിയ സംഭവം ഉണ്ട്. നമുക്ക് എന്തായാലും പോകണമെങ്കിൽ ഒരു ചായ കുടിക്കാം, പിന്നെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാം കേട്ടോ. നമ്മൾ വന്ന വഴിക്ക് ഒരു കട കണ്ടിട്ടാ, ഈ ഒരു കട കണ്ട്. അപ്പോൾ നമ്മൾ ചായ പറഞ്ഞിട്ടാ, ചായ പിന്നെ അവിടുത്തെ ഒരു കച്ചൂരി പോലത്തെ സാധനമുണ്ട്. നമ്മൾ ഇന്നലെ കഴിച്ചൊരു സാധനമാണ്, അതും 2 പറഞ്ഞിട്ടാ. അപ്പോൾ എന്തായാലും ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ച്, അതായത് ചായ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിങ്ങനെ കേട്ടോ. ഒരുപാട് സംഭവം കൊള്ളാട്ടോ. അതായത് ഒരു ഇതിൻ്റെ ഉള്ളിൽ ഉരുളക്കിഴങ്ങ് പിന്നെ സവാള വേറെന്തോ സാധനം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അത് കുഴച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണം. എന്നിട്ട് പൊരിച്ചെടുക്കും. സംഭവം കൊള്ളാം. നമ്മളെ ഇപ്പോൾ രാവിലെ എണീച്ച് സൈക്കിളൊക്കെ സെറ്റ് ചെയ്ത് ടെൻ്റൊക്കെ മടക്കി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ചായ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്, അതായത് ഒരു മൺ ഗ്ലാസ്സിലാണ് കൊണ്ടുവന്നത്. ഹായ് ഹായ് ഭയ്യ, आपका नाम क्या है? नाम बोलो. कोई प्रॉब्लम नहीं, आपका नाम? अच्छा, हमारा नाम पप्पू यादव. പപ്പു യാദവ്. അപ്പോൾ ഇന്നലെ ആളുടെ കടയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടാ ടെൻ്റ് അടിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് പയ്യെ ഇറങ്ങാം. आपका नाम क्या है ब्रो? ऋषि. इधर का है ना? നമ്മളെ സൈക്കിൾ അവിടെ വെച്ചിട്ട് ബയ്യോടൊപ്പം വണ്ടിക്ക് പോകണേ കേട്ടോ. അപ്പോൾ വണ്ടി ഓടിക്കണേ പുള്ളിയുടെ വേറൊരു വീടുണ്ട്, അതായത് പുള്ളിയുടെ ഗാവ് ശരിക്കും വില്ലേജ് ശരിക്കും ഇവിടെ അടുത്താണ്. അപ്പോൾ അങ്ങാടേക്ക് പോകണേ വണ്ടിക്ക്. നമ്മൾ അവിടെ കടയെന്ന് പറയുന്നത് അവിടെയാണ് പുള്ളി താമസിക്കുമെങ്കിലും അവിടെ കടകളുകൊണ്ടാണ് അവിടെ താമസിക്കുന്നത്. പുള്ളിയുടെ ശരിക്കും വീട് ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിക്ക് പോകുമ്പോൾ. പാടശേഖരം ഉണ്ടാകും. ഇവിടെയുള്ള ആൾക്കാരുടെ മെയിനായിട്ടുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ തൊഴിലെന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുള്ള് കൃഷിക്കാരാണ്. പിന്നെ ഈ ഒരു ഇതിൽ ഈ ഓയിലിന് മെയിനായിട്ട് ഇവിടെ മാത്രമല്ല മിക്ക സ്ഥലങ്ങളിലും. നമ്മൾ നേപ്പാളിൽ വന്നപ്പോഴും നേപ്പാളിൽ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ കൃഷി. ഇതിൻ്റെ ഓയിൽ വെച്ചാണ് ഒരു ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഉള്ളാട്ടോ, അടിപൊളിയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. നമ്മൾ ഈ സാധനം ഇട്ടേക്കൊണ്ടാണ് പിന്നെ കുറച്ചും കൂടെ ഒരു ഇതായിട്ട്. അതിൻ്റെ ഉള്ളിൽ വേറൊരു ലെയർ ഉണ്ട്, അത് ചെറിയൊരു ഡ്രസ്സാണ് കേട്ടോ, അതായത് അധികം കട്ടിയില്ലാത്തതാണ്. ഈ കാണുന്ന ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കേട്ടോ, ഇവിടെ നമ്മുടെ കരിമ്പിൻ്റെ ഒക്കെ ഉണ്ട്. ഇതൊക്കെ പുള്ളിയുടെ എന്നാട്ടോ പറഞ്ഞാൽ. അങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു പോണേ കേട്ടോ. അടിപൊളി. ये आपका ये? हाँ, ये अपना है. अच्छा, इधर क्या है भैया? ये नीचे मशीन है, ये गेहूं का है. अच्छा, गेहूं मतलब जो रोटी बनती है जिस चीज से. अच्छा. എനിക്ക് തോന്നുന്നുണ്ട് ഇത് നെല്ല് കൃഷിയാണെന്ന് തോന്നട്ടാ. അരി ഇത് ഗോതമ്പിൻ്റെ കൃഷിയാണെന്ന് തോന്നണ്ട. ഒന്നും ആയിട്ടില്ല, വന്നേ ഉള്ളൂ. ഇതാണ്ടാ പുള്ളിയുടെ വീട് എന്ന് തോന്നണ്. ഇവിടെ നിർത്തണുണ്ട്. അപ്പോൾ ഇതായിരിക്കുള്ളൂ പുള്ളിയുടെ വീട്. കണ്ടില്ലേ, മറ്റേ സാധനമൊക്കെ കലപ്പ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പാല് ഫില്ലാണ്ടി പോയിങ്ങനെ കേട്ടോ. അപ്പോൾ ഇവിടെ വേറെ നമ്മൾ റൂമല്ല, ഒരു ഇത് ഗേറ്റ് തുറന്ന് ഉള്ളു കാണിച്ചു തരാമെന്ന് പറഞ്ഞ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് നെല്ലാണ് കേട്ടോ. അത് തന്നെ നമ്മൾ നേരത്തെ കണ്ടില്ല, ആ നെല്ലിൻ്റെ ഭാഗം കേട്ടോ. സബ്ജി.
ഇത് ഇതാട്ടാ ക്യാബേജ് ആണ് തോന്നുന്നത്, ക്യാബേജ്. പിന്നെ അത് എനിക്കൊന്നും ഉരുളൻകിഴങ്ങിൻ്റെ എന്തോന്ന് തോന്നട്ടാ. കൊള്ളാം എന്തായാലും. ഇവിടേക്ക് എന്തോണേ വില്ലേജ് കാണാൻ പോയതാണ്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. പുള്ളിയോട് യാത്രയൊക്കെ പറയാട്ടാ. എന്തായാലും ഭയങ്കര സന്തോഷം. കാരണം രാവിലത്തെ ഭക്ഷണമൊക്കെ പുള്ളി തന്നല്ല. ഇന്നലെ താമസിക്കാൻ നമ്മുടെ ടെൻറ്റ് പുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്ത് അവിടെ ടെൻ്റ് അടിച്ചു ഭക്ഷണം തന്ന് ഭയങ്കര സന്തോഷം കേട്ടോ. ഇതേപോലെയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മളെ വല്ലാതെ എങ്ങനെ സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ എന്താ പറയുക ഭയങ്കര ഓർമ്മയുണ്ട്. ഇവിടെയൊക്കെ തന്നെ UP-യിലാണുള്ളത്. UP-യിലൊക്കെ ഇതേപോലെ കിട്ടണതൊക്കെ ഭയങ്കര ഭാഗ്യമുണ്ടാണ്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പുള്ളിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോകട്ടെ. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. അവിടെയോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. കാരണം പയ്യെ കുളിക്കണമായിരുന്നു. അപ്പോൾ ടൈം എടുക്കുമെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കണ്ടില്ലേ ഇപ്പോൾ നമ്മൾ ഞങ്ങൾ പോകുന്നേട്ടാ. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയും ശൗചാലയം ഇല്ല. അത് ഒരു പ്രശ്നമുണ്ടാ. ഇവിടെ പല സ്ഥലങ്ങളിലും പല വീടുകളിലും ശൗചാലയം ഇല്ല. എല്ലാവരും പുറത്താണ് പോണത്. ഒന്നല്ലെങ്കിൽ ഈ ഒരു ഇതില്ലേ കൃഷി അതിൻ്റെ അവിടെ എവിടെയെങ്കിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടാ. പോണേക്ക് എവിടെയെങ്കിലും നോക്കണം ഒരു ശൗചാലയം. അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാലും തണുപ്പുണ്ട്. ഇതാണ് റോഡ് കാര്യങ്ങൾ. നമ്മളെ വന്ന വഴിക്ക് വീണ്ടും കുറച്ച് ആൾക്കാരെ കണ്ടുപിടിച്ചേട്ടാ. അപ്പോൾ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തരാം. ഹായ്, आपका नाम क्या है भैया? अजित मौर्य। अजित मौर्य। आपका? मुकेश प्रजापति। मुकेश। आपका नाम क्या है ब्रो? भैया हेलो, नाम क्या है आपका? मेरा नाम अजीत। अच्छा अच्छा अच्छा. അപ്പോൾ ഇവിടെ വേറെ കുറച്ചില്ലേ. ഹായ്. അപ്പോൾ നമ്മളെ ചാനൽ ഇവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ഹായ്. നമ്മൾ പോണ റൂട്ടാണ്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. നമുക്ക് തിരിച്ച് പോകാനുള്ള റൂട്ടൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കണം. ഗോരഖ്പൂർ കാണിക്കാനുണ്ട്. ഗോരഖ്പൂരല്ലല്ലോ, വേറെ ഏതോ റൂട്ടൊക്കെ കാണിക്കാൻ കേട്ടോ. ഗോരഖ്പൂർ ഇവിടുന്ന് 183 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ ബനാറസ് പോണത്. ഇവിടുന്ന് ഇത് 40 കിലോമീറ്റർ ബനാറസ് തक. 40 കിലോമീറ്റർ 35 35 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് റൂട്ടാണ്. നമുക്ക് എന്തായാലും പയ്യെ ഇവിടുന്ന് ഇറങ്ങാട്ടാ. നമ്മളങ്ങനെ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്തേട്ടാ. ഇപ്പോൾ വെയിലൊന്നും പറയാനായിട്ട് അങ്ങനെ ഇല്ല കേട്ടാ. ഇതാണ് കാലാവസ്ഥ. ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആൾക്കാർ മറ്റേ ക്യാബേജൊക്കെ വയ്ക്കുകയാണ് ഇഷ്ടംമാതിരി. ഇടില്ലേ, ക്യാബേജ് അല്ല സോറി, കോളിഫ്ലവർ ആണ് കേട്ടോ. പേര് മാറിപ്പോയിട്ടാ. പിന്നെ അതേ പപ്പങ്ങ, പിന്നെ അതേപോലെ തന്നെ പേരക്കേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട് ഇഷ്ടംമാതിരി കോളിഫ്ലവർ. വില കുറവായിരിക്കും തോന്നുന്നു. കാരണം അവർ കൃഷി ചെയ്തിട്ട് അവർ തന്നെ വിൽക്കണേട്ടോ. അത് ഇതൊക്കെ ഫുള്ള് കൃഷിത്തോട്ടം ഉണ്ടോ. അവിടെ പിന്നെ കരിമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴിയിൽ ഒരുപാട് ചെറുകിട കച്ചവടക്കാരാണ് കേട്ടോ. അതായത് ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഒരുപാടുണ്ട്. ഇതൊക്കെ എല്ലാവരും ഇവർ കൃഷി ചെയ്ത് ഉണ്ടാക്കണുണ്ട്. അതായത് ഇവിടെ കൃഷിയിടങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ കോളിഫ്ലവർ ആയാലും ക്യാബേജ് ആയാലും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. ഇതുണ്ടല്ലേ കരിമ്പാണ് ഈ കാണുന്നത്. നമ്മളെ വന്നോയ്ക്ക് പേരൊക്കെ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് മേടിച്ചേട്ടാ. ഒരു കവറിലാക്കിയത് തന്നാ. എന്തായാലും കഴിച്ചു നോക്കാം. ഇവിടെ നല്ല മധുരമുണ്ട്. പിന്നെ ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സംഭവം സെറ്റാണ്ടാ. എന്തായാലും നമ്മൾ രാവിലെ ഉള്ളൊരു ഭക്ഷണം കഴിച്ചിട്ട് വന്നേ. എന്നാലും നമ്മൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് മേടിച്ചാണ്ടാ കഴിക്കാൻ വേണ്ടി. നമ്മളെ വീണ്ടും ഒരാളെ കണ്ടുപിടിച്ചേട്ടാ. നമ്മളിപ്പോൾ കുറേ ദൂരം വന്ന്. കാരണം വന്ന വഴിക്ക് വീഡിയോസ് കാര്യങ്ങൾ എടുക്കാനുള്ള ഒന്നും ഉണ്ടാകുന്നില്ല. ഈ ഒരു പ്ലെയിൻ റോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പുള്ളിനെ കണ്ട്. हाय भैया, आपका नाम क्या है? सुजीत यादव। सुजीत यादव। आप किधर का है? हम इधर ही का है। अच्छा, ये गांव का नाम क्या है भैया? उदयपुर है। ഉദയ്പൂർ. अच्छा अच्छा. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററിനടുത്തേക്കാണ്. ഇനി നമുക്ക് വാരണാസി പോകാനുള്ള. അപ്പോഴാണ് ഞാൻ പുള്ളിനെ കണ്ടത്. പുള്ളി നിർത്തിച്ചാണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നേരെ വാരണാസിയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉള്ളൂട്ടാ. എന്തായാലും പയ്യെ പോവാം. പോണെങ്കിൽ എന്തെങ്കിലും കഴിക്കണം കേട്ടോ. ഭക്ഷണം വല്ലതും കഴിക്കണം എന്താ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പയ്യെ യാത്രയാട്ടോ. ഏകദേശം ഇന്നൊരു 4 കിലോമീറ്റർ ഉള്ളൂട്ടാ. അപ്പോൾ അതേ പോണേക്ക് ഇവിടെ ഒരു പള്ളിയുണ്ട് ഉണ്ടല്ലേ. നമ്മൾ വന്നോയ്ക്ക് കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ പള്ളിയിൽ കയറണമെന്നുണ്ട്. അത് പള്ളിയിൽ കയറാൻ നെച്ചസാണ്. അതായത് നമ്മളെ കുളിച്ചിട്ടുമില്ല, ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഫുള്ള് നെച്ചസ് ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ കയറി നിസ്കരിക്കാറുണ്ട്. എന്തായാലും പോണോയ്ക്ക് എവിടെയെങ്കിലും താമസിക്കാൻ ഒരു സൗകര്യം കിട്ടിയെങ്കിൽ ഒന്ന് കുളിക്കണം, ഡ്രസ്സൊക്കെ ഒന്ന് അലക്കിയിടണം എന്ന് വിചാരിച്ചിങ്ങനെ. എന്തായാലും മുന്നോട്ട് പോയി നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പൊടി കാര്യങ്ങളുണ്ട്. ഭയങ്കര പൊടിയാണ്.
കണ്ടില്ലേ ക്രൗഡ് കണ്ടോ ഫുള്ള്. അത്യാവശ്യം കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. കാരണം ഇതാണ് ശരിക്കും വാരണാസി എന്ന് പറഞ്ഞൊരു ഇതാണ് കേട്ടോ, ഒരു ഡിസ്ട്രിക്റ്റാണ്. അവിടെ പെട്ട ഓരോരോ സ്ഥലങ്ങളാണ് ഇത്, ചെറിയ ചെറിയ ടൗൺ കാര്യങ്ങൾ. അവിടെ ഒരു വണ്ടിയിൽ ഒരാളെ കൊണ്ടുപോകണ്ട കേട്ടോ, അത് നേരെ വാരണാസി ആ ഗംഗയിൽ ഒഴുകാൻ വേണ്ടി കൊണ്ടുപോകണേണ്ട. നമ്മളിപ്പോൾ ഏകദേശം എത്താറായി, ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അല്ലേ നമ്മളെ വൻവയ്ക്ക് കുറച്ച് ആൾക്കാർ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്താ. സമൂസയാണ്. ഹായ്, आपका नाम क्या है भैया? मंगेश राय. आपका? कृष्णा. आपका नाम क्या है भैया? मानस से. अच्छा, നമ്മൾ ഈ ഒരു കടയിലാണ് ഗോവിന്ദ് സ്വീറ്റ്സ് എന്ന് പറഞ്ഞ കടയിൽ ഇവിടുത്തെ ഫേമസ് ഫേമസ്. അച്ഛാ അച്ഛാ അച്ഛാ. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ വെച്ചാണ്. അപ്പോൾ ഇവരായിട്ട് ഇൻവൈറ്റ് ചെയ്താ. अच्छा है अच्छा है. आप गए उधर वाराणसी? उधर गया? अच्छा. എന്തായാലും ഇത് കഴിച്ചിട്ട് ഇവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഭയങ്കര സൗണ്ടാണ്. നമ്മളെ ഇവിടെ വന്നിട്ട് അടുത്ത സ്ഥലം എനിക്ക് നാം ക്യാ ഭയ്യ? മഞ്ചലി മഞ്ചലി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഭയങ്കര നല്ലൊരു സീറ്റാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് കഴിക്കണം, അതും വാരണാസിയിലട്ടാ. കാരണം നമ്മൾ ഇതൊക്കെ വല്ലപ്പോഴൊക്കെയാണ് കഴിക്കണത്. എന്തായാലും കഴിക്കാൻ പറ്റിയൊരു സന്തോഷം. ഹായ്, ഇതാണ് സംഭവം. ഇതിൽ മറ്റേ സിൽവറിൻ്റെ മറ്റേ സാധനമൊക്കെ വെച്ചിട്ടുണ്ടാകും, അങ്ങനെ കുറച്ച് സംഭവമാണ്. എന്തായാലും താങ്ക് യു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കഴിക്കണമെന്ന് ആഗ്രഹിച്ച് കയറിയേണ്ട, അപ്പോഴാണ് അവർ നമുക്ക് മേടിച്ചു തന്നത്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. അവർ പോയിട്ടോ, ഞാൻ കഴിച്ചിട്ടിരിക്കുന്നത്, അവർ പോയി. എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഇങ്ങനത്തെ നമ്മളൊക്കെ വല്ലപ്പോഴൊക്കെ ഇത് കഴിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ആഗ്രഹിച്ച് വന്നതാണ്. അപ്പോൾ അത് നമുക്ക് അവർ മേടിച്ചു തരാൻ ഉണ്ടായി സന്തോഷം. അപ്പോൾ നമ്മൾ പയ്യനെ കണ്ടുപിടി. ഹായ്, നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ, ഭയങ്കര തിക്കും തിരക്കാണ്. ആളുകളൊക്കെ വെച്ച് ഇങ്ങനെ ഇറങ്ങിയാണ്ടോ പോണം. എന്തായാലും കണ്ടതിന് സന്തോഷം. ഓക്കെ, നമ്മളെ ഇപ്പോൾ ഉള്ളത് വാരണാസിയിലാണ്ടോ. അപ്പം ബയ്യാടൊപ്പം നമ്മൾ ജസ്റ്റ് ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോണേന്. ഭയങ്കര ട്രാഫിക്കാണ് ഇവിടെ, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്, ഹോണടി കാര്യങ്ങളാണ്. കാരണം ഇത് നിയന്ത്രിക്കാൻ ഇവിടെ പോലീസുകാർ പോലും ഇല്ല കേട്ടോ മര്യാദക്ക്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ. നമ്മൾ വന്നത് നേരത്തെ ഇവിടെ ഉണ്ട്, ഈ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ ഗംഗാരതി ഉണ്ട്, അത് കാണാൻ പറ്റാമെന്ന് നോക്കണം കേട്ടോ. ഏകദേശം 1 കിലോമീറ്റർ പോകാനുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഈ തിരക്ക് കാരണം നമുക്ക് ഒരുപാട് ടൈം എടുത്തത് കേട്ടോ. അതിൽ എത്തിയിട്ടില്ല, ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ഫുള്ള് ഹോണടിയും കാര്യങ്ങളാണ് കേട്ടോ, ഭയങ്കര തിക്കും തിരക്കുമാണ് അല്ലേ. ചുറ്റും കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു സ്ട്രീറ്റ് വന്നെത്തി കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ അത്യാവശ്യം ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര തിരക്ക് കാര്യങ്ങളുണ്ട്. നമ്മളെ 2 ബ്യൂട്ടേൻ ഗ്യാസ് മേടിക്കാൻ വേണ്ടി വന്നേ കേട്ടോ. അപ്പോൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബയ്യ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംമാതിരി ഗ്യാസിൻ്റെ കടകളുണ്ട്, ഇഷ്ടംമാതിരി. ഈ ഒരു എന്താണ് ഗ്യാസ് സ്റ്റവ് അതിൻ്റെയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചാൽ ഏകദേശം ഒരെണ്ണത്തിന് 100 രൂപ കേട്ടോ. നമ്മൾ ഈ സെയിം സാധനം ഡൽഹിയിൽ നിന്ന് മേടിച്ചാൽ 80 രൂപയാണ്. പക്ഷേ ഓൺലൈനിൽ റേറ്റ് കാണിക്കുന്നത് കേട്ടോ കൂടുതൽ. എന്തായാലും സംഭവം 2 മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു എമർജൻസിക്ക് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങാം കേട്ടോ. ഭയങ്കര തിരക്ക് കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സൈക്കിളിൻ്റെ അടുത്ത് എത്തിയേട്ടാ. സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഹായ്, ഹലോ. മൈൻഡില്ല, എന്നാലും കുഴപ്പമില്ല. ഹായ് ഭയ്യ. പാടില്ല കടയിലാണ് കേട്ടോ വന്നേക്കണം. സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. സെറ്റ് ये सामान ये गाना बनाने के लिए गैस है ना. ചെറിയൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് കടകളുണ്ട്. നമ്മൾ ഡൽഹിയിലൊക്കെ വരുമല്ല, അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മളെ ബ്യൂട്ടേൻ ഗ്യാസ് 2 കൂടെ മേടിച്ചേട്ടാ. കാരണം ഇവിടെ റേറ്റ് കുറവാണ്. നമ്മൾ ഓൺലൈനിൽ എടുക്കാമെന്ന് പറഞ്ഞാൽ റേറ്റ് കൂടും. ചില സ്ഥലങ്ങളിൽ 200 രൂപയൊക്കെ ഉണ്ടാ ബ്യൂട്ടേൻ ഗ്യാസിന്. അത് കാരണം നമ്മൾ ഇവിടെ നിന്ന് എടുത്താൽ എന്തായാലും നന്നായി. 2 കൂടെ മേടിച്ച്. ശരിക്കും ഈ ഒരു കടയിൽ നിന്ന് മേടിച്ചാൽ മതി. ഇവിടെ ഒരെണ്ണത്തിന് 75 രൂപ കേട്ടോ. നമ്മൾ എത്ര എണ്ണം മേടിക്കുന്നോ അതിനനുസരിച്ച് റേറ്റ് കാര്യങ്ങൾ കുറയും കേട്ടോ. 2 മേടിച്ചിട്ടുണ്ട്. നമ്മൾ പോണ റൂട്ടാണ്ട് ഇത് കാണണം. ഇവിടെ ചെറിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ ഈ ഒരു ടൈമിൽ. ഇപ്പോൾ ഒരു 7 മണിയായി. 7 മണിയായപ്പോഴും നല്ല തിരക്കുണ്ട്.
രാവിലെ ഒന്നും ഭയങ്കര ചൂട് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടാ. ഇപ്പോൾ ഏകദേശം 20 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ കേട്ടാ. കുഴപ്പമില്ല. കണ്ടില്ലേ ഇവിടെയൊക്കെ ഫുള്ള് ചെറുകിട കച്ചവടക്കാരും വലിയ വലിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അല്ലേ റിക്ഷയൊക്കെ പോണ നോക്കി. കാരണം നമ്മളിവിടെ വരുമ്പോൾ വേറൊരു ഫീലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ആളിങ്ങനെ കത്തിക്കാൻ കൊണ്ടുപോകണ്ടായിരുന്നേട്ടാ. നമ്മളങ്ങനെ ഇപ്പോൾ ഒരു നാലുകൂടി ജംഗ്ഷനിലെത്തിയേട്ടാ. അപ്പോൾ ഇവിടെ എവിടെയാണ് ഒരു ഘാട്ടിലാണ് ഇത് നടക്കുന്നത്, ഗംഗാരതി. അപ്പോൾ ആരോടും ചോദിച്ചു നോക്കാട്ടാ. ഭയങ്കര തിരക്കാണ് കേട്ടോ, ഭയങ്കര ക്രൗഡാണ്. കണ്ടില്ലേ നമ്മൾ വന്ന വഴിക്ക് ഇവിടെ ഒരു ഇത് കണ്ടിട്ടാ, പരിപ്പുവട പിന്നെ ഉഴുന്നുവടയൊക്കെ കണ്ടിട്ടാ. അപ്പോൾ ഞാനത് മേടിച്ച്, കാരണം ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇത് തോന്നിയേട്ടാ, ഒരു കൊതി തോന്നി. അപ്പോൾ അതുകൊണ്ട് മേടിച്ചാട്ടാ. പിന്നെ അതേപോലെ തന്നെ ഇതുണ്ട് കേട്ടോ, നമ്മുടെ എന്താണ് ഇഡ്ഡലിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇഡ്ഡലി, ഗുലാബ് ജാമ് എന്തായാലും കഴിച്ചു നോക്കാം. കാരണം കുറേ നാളുകൾക്ക് ശേഷം ഇത് കഴിക്കണം. കൊട്ടിപ്പോയി അതെ, അവിടെ വെച്ച് കൊട്ടിപ്പോയിട്ടാ. അപ്പോൾ ഇങ്ങോട്ട് സീറ്റിൽ കൊണ്ടുവന്ന്. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാട്ടാ. ഇവിടെ ഗംഗാരതി സ്റ്റാർട്ട് ചെയ്തട്ടാ. പക്ഷെ ഭയങ്കര തിരക്കാണ്, നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല. ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അവിടെയൊക്കെ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര തിരക്കാണ്ട് ഇവിടെ. ഒടുക്കത്തെ തിരക്കാണ്ട് ഇവിടെ, ഒരു രക്ഷയില്ല. നമ്മൾ ഒരുപാട് നേരം നോക്കി ഉള്ളിലേക്ക് കയറാം, പക്ഷെ നടപടി ആയില്ല കേട്ടാ. ഞാൻ എന്തായാലും നാളെ വരാമെന്ന് വെച്ച്. ഇവിടെ ഇനി കയറാൻ പറ്റൂല, അതുകൊണ്ടാണ്. എൻ്റെ കയ്യിലാണ് ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, നമുക്ക് വീഡിയോസും കാര്യങ്ങളും മര്യാദ എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും നാളെ നോക്കാം. നാളെ എന്തായാലും നമ്മൾ വന്നിട്ടുണ്ട്, എന്തായാലും നമ്മൾ കയറും എന്ന് വിചാരിച്ചിങ്ങനെ കേട്ടാ. ഫുള്ള് വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും എടുക്കാം. എന്തായാലും നമ്മളെ ഇപ്പോൾ അവിടെ നിന്നൊക്കെ പോകുന്നട്ടാ. തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് പോകണത്. ഇതൊക്കെ അത്യാവശ്യം കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പിള്ളേർക്ക് മേടിച്ചത്. വീട്ടിലെ താത്താടെ വയ്ക്കാക്കട കൊച്ചിരിപ്പുണ്ട്, അവർക്ക് മേടിച്ചാലാന്നൊരു പ്ലാൻ ഉണ്ടാകും. പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആലോചിക്കണം. പിന്നെ ഇഷ്ടംമാതിരി പട്ടങ്ങളുണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, നമുക്ക് താമസിക്കാൻ ഒരു സൗകര്യം കിട്ടിയിട്ടാ. ഇവിടെ ഈ ഒരു ടെൻറ്റ് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം മുറി, അതായത് ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ താമസിക്കണം. ഫ്രീ ആണ് കേട്ടോ. നമ്മുടെ ആധാർ കാർഡ് കാണിച്ചാൽ മതി. പിന്നെ സാധനങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കുക ആ ഒരു ബയ്യയുടെ വീട്ടിലാണ് വെച്ചേക്കാം. കാരണം അല്ലെങ്കിൽ ഇവിടെ വെക്കാൻ പറ്റില്ല, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സേഫ് അല്ല കേട്ടോ. സാധനങ്ങൾ ആരെങ്കിലും അടിച്ചിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തിയാൽ കാണിച്ചു തരാട്ടെ എന്താ സെറ്റപ്പ്. ഇത് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ട് കിടക്കണം. ഇതാണ് കേട്ടോ റൂം. കാരണം ഇതൊരു വലിയ ഹാളാണ്, പക്ഷേ നമ്മളിവിടെ കിടക്കണം. അപ്പോൾ നാളെ കാണാം കേട്ടോ. അടുത്ത വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം. വേറെ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ രാവിലെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം, കാരണം ഇവിടെ ഫുള്ള് കള്ളന്മാരാണ് കേട്ടോ. എവിടെയെങ്കിലും സാധനം ഞാൻ സുരക്ഷിതമായിട്ട് വെക്കണം, അല്ലെങ്കിൽ ശരിയാവൂല കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ കാണിക്കാം. കാരണം ഇപ്പോൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞാലേ പണിയാണ്. എന്തായാലേ അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം. ഇവിടെയാണ് നമ്മൾ കിടക്കണത് കേട്ടോ. യാത്ര ഇങ്ങനെയൊക്കെയാണ്. സാധനങ്ങളൊക്കെ എല്ലാം വയ്യയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ കാണാം.